ഹായ് ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ പതിപോലെ അടിക്കലും തുളയ്ക്കലൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വേഗം വന്ന് വിളക്കൊക്കെ വെച്ചിട്ട് വേണം കേട്ടോ എന്താ പറയുക അടുക്കളയിൽ കയറാൻ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എന്താ പറയുക മക്കൾക്കൊക്കെ ഒന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമല്ലേ. അപ്പോൾ നേരത്തെ നീച്ച് വേഗം പണികളൊക്കെ ഒരുക്കാൻ നേരിട്ടോ. കാരണം അവരെ സ്കൂളിലേക്ക് ഇന്ന് കൊണ്ടാക്കണം, ആദ്യമായിട്ട് പോകുമല്ലോ. അപ്പോൾ ഒന്ന് കൊണ്ടാക്കി കൊടുക്കുകയൊക്കെ വേണം കേട്ടോ. അപ്പോൾ അതാ മക്കൾ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അപ്പൂസേ നീക്കേ സോനു നീക്കേ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ച് തൊയിരം കെടുത്തണം കേട്ടോ. ഇന്നിപ്പോൾ അത് വേണ്ടി വന്നില്ല കേട്ടോ. ഇന്ന് മക്കൾ തന്നെ ഒറ്റയ്ക്ക് വേഗം എണീറ്റ് വന്ന് കുളിക്കാനൊക്കെ റെഡിയാവും കേട്ടോ. കാരണം ഇന്നിപ്പോൾ നേരത്തെ സ്കൂളിലേക്ക് പോകണം. ഇവിടുന്ന് എന്താ പറയുക പുതിയ സ്കൂളിലേക്കാട്ടോ പോകണത്. അപ്പോൾ അതാ രാവിലെ നീച്ച് നല്ല കുട്ടി വന്നപ്പോൾ അച്ഛമ്മ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നീച്ച് വന്നപ്പോഴേക്ക് അമ്മ ഇഡ്ഡലിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിട്ട് ഇഡ്ഡലി. അപ്പോൾ എന്താ പറയുക മക്കൾക്ക് നേരത്തെ പോകേണ്ട കാരണം ഇനി നേരം വൈകി ചായ ഒന്നും കുടിക്കാതെ പോകുമല്ലോ വെച്ചിട്ട് അമ്മ വേഗം ഗ്യാസുമ്മേ ഇഡ്ഡലിക്കുള്ളതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കറി ഞാൻ പിന്നെ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, സാമ്പാർ. കാരണം രാവിലെ ഇനി എന്താ പറയുക കറി ഉണ്ടാക്കലൊക്കെ പടയുമ്പോൾ തിരക്കാകുമ്പോൾ നടക്കൂല വെച്ചിട്ട് കറി ഞാൻ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടോ. പിന്നെ കടി മാത്രമേ ഉണ്ടാക്കാണ്ടായിരുന്നുള്ളൂ. പിന്നെ അമ്മ ദാ പുറത്ത് തീ കൂട്ടുന്നുണ്ട് കേട്ടോ. എന്താ പറയുക ചായക്കും അതേപോലെ കുടിക്കാനുള്ള വെള്ളത്തിനൊക്കെ അമ്മ തീ കൂട്ടുന്നുണ്ട്. അപ്പോൾ വേഗം പണികളൊക്കെ ഓരോന്നോരോന്ന് ഒതുക്കിയിട്ട് വേണം എനിക്ക് സ്കൂളിലേക്ക് പോകാൻ കേട്ടോ. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് എപ്പോഴാണ് വരുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് കുട്ടികളുടെ ഡ്രസ്സുകളും അതൊക്കെ തിരുമ്പാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം തിരുമ്പിയിടും വേണം. അപ്പോൾ അതാ അടുപ്പത്ത് ഇഡ്ഡലി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു ട്രിപ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇന്നലെ കറി ഉണ്ടാക്കി വെച്ച കാരണം എന്താ പറയുക ഇന്നിപ്പോൾ ഇനി അതൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുണ്ട്. അപ്പം ഇനി വേറെ കറികളൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ. സോനുവിന് പിന്നെ സാമ്പാറുണ്ടായ ഭയങ്കര ഇഷ്ടമാട്ടോ ഇഡ്ഡലിക്ക്. അവിടെ അതായത് അവിടെ കൊണ്ടിട്ട് ഇന്നിപ്പോൾ സ്കൂൾ തുറക്കല്ലേ, കുട്ടികളൊക്കെ ഒന്ന് സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. ഫസ്റ്റ് ദിവസം ഞാൻ കൊണ്ടാക്കി കൊടുക്കാൻ വെച്ചിട്ട്. അപ്പോൾ സോനുവിന് ആദ്യമായിട്ടോ ആ സ്കൂളിലേക്ക് ഇറങ്ങിയപ്പോൾ ചെയ്യാനും സ്കൂളിലായിരുന്നു. അപ്പോൾ ഇനി 5ാം ക്ലാസ്സിലേക്ക് എത്തിയില്ലേ. അപ്പോൾ ഇവൻ്റെ കൂടെ മുക്കോലെ സ്കൂളിലേക്ക് പോകണത്. അപ്പോൾ അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ്. മറ്റാൾ വേഗം കുളിക്കാനൊക്കെ പോയിട്ടുണ്ടോ. സോനു കുളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ ഇരിക്കണു. ഇനിയിപ്പോൾ ഇന്ന് മുതൽ സ്കൂളിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം സ്കൂള്. 3 ദിവസം 2 മാസം സ്കൂൾ കൂടിയിട്ടേ വികൃതി കാട്ടിയിട്ടും കളിച്ചിട്ടും നടക്കായിരുന്നു. ഇത് സംസുക്കാരൻ്റെ വണ്ടി പറയല്ലേ. അല്ല അയാളോട് ചോദിക്കണേ, താമസിക്കാനോട് ചോദിച്ചോക്കണേ. എന്ത് ചോദിക്കാന്നോ? സ്കൂളിലേക്ക് പോകണത് ഓട്ടോറിക്ഷ അല്ലെങ്കിൽ വേറെ ട്രിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഓട്ടോറിക്ഷ എടുക്കൂല. വേറെ ട്രിപ്പ് ഉണ്ടെങ്കിൽ നമ്മളെ ഓട്ടോ എടുക്കൂല പറയുക. അപ്പോൾ പിന്നെ നേരം വൈകും സ്കൂളിലേക്ക് പോവാൻ. അപ്പം ഇനി ഇങ്ങോട്ട് പോരുമ്പോൾ എന്താ ചെയ്യുക? അതിനിപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കണേ. എനിക്കറിയില്ലേ. അച്ഛനാണ് പൈസ തരാതെ പോയണത്. സോന് സ്കൂളിക്കാൻ വേണ്ടിയിട്ടേ റെഡി ആവുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇത്ര നേരത്തെ നീക്കലില്ല. അപ്പോൾ സ്കൂൾ തുറക്കല്ലേ. അപ്പോൾ അതാ കുളിക്കണോ പല്ലേക്കണോ, അല്ലെങ്കിൽ സോനുവോ നീക്കേ അപ്പോ നീക്കേന്ന് ഇങ്ങനെ പറയണം. ഇന്നിപ്പോൾ പറയേണ്ട ആവശ്യമായില്ല. ഇന്നിപ്പോൾ സമയമായപ്പോഴേക്കും നീച്ചു കേട്ടോ. സ്കൂളിലേക്ക് പോകേണ്ട സമയമായപ്പോഴേക്കും നീച്ചു. പിന്നെ ഇവിടുന്ന് നേരത്തെ പോകണം കേട്ടോ സ്കൂളിലേക്ക് ആയിരിക്കും. അതാണ് 8 മണി 8:30 ആകുമ്പോഴേക്ക് പോകേണ്ടി വരും. സ്കൂൾ വണ്ടിയിലാണ് പറഞ്ഞേക്കാണ് വെച്ചാൽ കേട്ടോ. കാരണം എല്ലായിടത്തും കുട്ടികളെ എടുത്തിട്ട് വേണ്ടി വരും പോവാൻ. അമ്പാടിയിൽ കൊണ്ടുപോകണം പോകാൻ. അമ്പാടിയിൽ ഇവിടെ നിർത്തി. അമ്പാടിയിൽ എന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങൾ പുസ്തകം വാങ്ങാനും ഇവരെ മുടി വെട്ടാനൊക്കെ പോയി. അപ്പോൾ ഇവനെ ഇവിടെ നിർത്തി. ഞാൻ പോയിട്ടില്ലല്ലോ കരിയപ്പൻ്റെ വഴിക്ക്. ഞാൻ അപ്പൂനും സോനുവിനും പറഞ്ഞയച്ചു സൈക്കിളുമേ. വൈകുന്നേരം നമുക്ക് കറിയിലിടാൻ കരിയപ്പിൻ്റെ ഇടല്ല. മറ്റേതൊക്കെ ആകെ നാറിയിട്ട് ആ വെള്ളം ആകെ നാശമായി പോയിരുന്നു. ഏത് കരിയപ്പിൻ്റെ ഇല? വേഗം എടുക്കണം. പിന്നെ ഇടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കണം.
ഇത് എടുക്കാനായിട്ടില്ലല്ലോ. ഇന്ന് നല്ല വെയിലൊക്കെ ഉണ്ട്. സ്കൂളിലേക്ക് പോകുമ്പോഴും ഉണ്ടായാൽ മതിയായിരുന്നു. എനിക്കിപ്പോൾ പോകേണ്ട കാര്യം ആയിരിക്കുമ്പോഴേ എങ്ങനെ പോവാന്നാണ് ഇപ്പോൾ. കുട്ടീനെ കൊണ്ടോണ്ടി വരും. അമ്പാടിയെ അമ്പാടിയെ കൂയ് അമ്പാടി കൂയ്. ഇതൊക്കെ ഏട്ടന്മാർ സ്കൂളിലേക്ക് പോകണോക്കാ. അമ്പാടി ഈ സ്കൂളിലേക്കില്ലേ? ഈ സ്കൂളിലേക്ക് പോരുന്നില്ലേ? ഉണ്ടോ? എന്നിട്ട് ഉറങ്ങുകയാണോ? ഇതൊക്കെ ഏട്ടന്മാരൊക്കെ ഈ അമ്പാടിയെ ഏട്ടന്മാരൊക്കെ ഞങ്ങൾ സ്കൂളിൽ കേട്ടെ. ഈ പെട്ടത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറഞ്ഞ. ഗുഡ് മോർണിംഗ് പറഞ്ഞ. ഇജുണ്ട് സ്കൂളിക്ക്. ഓ മീൻ്റെ കുട്ടി. മറ്റാളുണ്ടല്ലോ യൂണിഫോമൊക്കെ ഇട്ടിട്ട് റെഡിയായിട്ട്. ഇവന് ഞാൻ യൂണിഫോം അടിച്ചിട്ടില്ല കേട്ടോ. സോനുവിന് ഞാൻ യൂണിഫോം അടിച്ചിട്ടില്ല. പക്ഷേ അപ്പൂസ് 5ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഇട്ട യൂണിഫോം ഉണ്ടായിരുന്നു. അതുപോലെ അധികം ഇട്ടിട്ടുണ്ടായില്ല, കുറച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോഴേക്ക് പിന്നെ അവിടേക്ക് ഞാൻ അമ്പാടിനെ പ്രസവത്തിനൊക്കെ അങ്ങോട്ട് വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ സ്കൂളിൽ ചേർത്തത്, കൊഴക്കേറ്റിൽ ചേർത്തത്. അപ്പോൾ യൂണിഫോം ഇവിടെ ഇരിക്കണ്ടായിരുന്നു പുതിയതുപോലെ. അപ്പോൾ പിന്നെ 5ാം ക്ലാസ്സിൽ ചേർത്തപ്പോൾ 5ാം ക്ലാസ്സിൽ മൂക്കോലെ സ്കൂളിൽ ചേർത്തിട്ടല്ലേ പിന്നെ ഓനെ അങ്ങോട്ട് മാറിയത്. പിന്നെ 5ഉം 6ഉം ഓൻ അവിടെ 5ൻ്റെ പകുതിയും 5ൻ്റെ പകുതി 6ഉം 7ഉം ആണ് അവിടെ പഠിച്ചത്. അല്ലെങ്കിൽ വേണ്ട. എന്നിട്ട് ആ യൂണിഫോമാണ് ഇപ്പോൾ ഇത്. കുളിക്കാൻ വേണ്ടി കുപ്പായ കൂരിയാണ് കേട്ടോ. സോനുവേട്ടനെ അപ്പേട്ടനെ പോണ സ്കൂളിലേക്ക്. ഇജ്ജ് എങ്ങോട്ടാ പോണേ? ഇജ്ജ് എവിടേക്കാ പോണ്? നമുക്ക് അച്ഛൻ്റെ കൂടെ കല്യാണത്തിന് പോയിക്കൂടായിരുന്നില്ലേ പാലക്കാട്ടേക്ക്? അമ്പാടിയെ പായ ഊരി ഒറ്റയ്ക്ക്. സ്കൂളിലേക്ക് പോകാൻ പോവാണേ. ഏട്ടന്മാരെ കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓനും പിന്നെ രാവിലെ വേഗം കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോകണ കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഒരു ബാഗൊക്കെ പുറത്തേക്ക് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓന് മനസ്സിലായി ഇന്ന് സ്കൂളിലേക്ക് പോവുകയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇവരെ അങ്ങനെ കൊണ്ടാക്കി കൊടുക്കുന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവനെ ഇവിടെ ആക്കിയിട്ട് പോകണമെന്നൊക്കെയായിരുന്നു മനസ്സിൽ വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു വേണ്ട, അമ്മേനൊക്കെ ബുദ്ധിമുട്ടാകും. കാരണം കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് ഒരു ഭാഗമില്ല കേട്ടോ ആക്കി തരാൻ. പിന്നെ ഞാനാണെങ്കിൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴാണ് വരിക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇന്നാളിൽ ഞാൻ ഇവരെ രണ്ടാളും മുടി വെട്ടാൻ വേണ്ടിയിട്ട് പോയിട്ട് തന്നെ ഉറക്കി കിടത്തിയിട്ടാണ് പോയത്. ഞങ്ങളവിടെ എത്തുന്നതിന് മുന്നേ ഉണർന്നായിരുന്നു അത്ര. എന്നിട്ട് ഭയങ്കര കരച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അമ്മ. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായി ചോദിച്ചാൽ ഞാൻ ഓനെയും കൊണ്ടുപോകാൻ എഴുതി. അപ്പോൾ ആൾ രാവിലെ വേഗം കുളിക്കാനൊക്കെ നല്ല കുട്ടിയായിട്ട് വന്നിട്ടോ. അല്ലെങ്കിൽ പിന്നെ കുളിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ആൾ ഓടുക കേട്ടോ. ഞാനും പിന്നാലെ ഓടണം. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ കുളിക്കാനും ചായ കുടിക്കാനും ഒന്നും മടിയില്ല കേട്ടോ. നല്ല കുട്ടിയായിട്ട് ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നല്ല കുട്ടിയായിട്ട് ചായ കുടിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ചായ കുടിക്കാനൊക്കെ കൊടുത്താൽ ഒന്നും കഴിക്കൂല കേട്ടോ രാവിലെ. അപ്പോൾ അങ്ങനെ നിന്നിപ്പോൾ വേഗം നല്ല കുട്ടിയായിട്ട് കഴിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അപ്പൂസിന് യൂണിഫോം ഇല്ല. അപ്പോൾ യൂണിഫോം അടിക്കാൻ കൊടുക്കണം. അപ്പോൾ ഒരു കൂട്ട് തുണി ഉണ്ട് കേട്ടോ. സോനുവിന് കിട്ടിയതുണ്ട്. അപ്പോൾ അത് അപ്പൂസിനാണ് അടിക്കാൻ എഴുതിയിട്ടാണ്. കാരണം അപ്പൂസിന് സ്കൂളിൽ നിന്ന് കിട്ടൂല എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഓരോ ഇനി പുറത്തുനിന്ന് വാങ്ങണം യൂണിഫോം.
അപ്പോൾ ഒരു ഷർട്ടും തുണി ഉണ്ട്, അപ്പോൾ അത് അടിക്കാൻ കൊടുക്കണം. പിന്നെ 2 കൂട്ട് പാൻറ്റും പിന്നെ ഒരു കൂട്ട് ഷർട്ടും തുണി വേറെ എടുക്കും വേണം കേട്ടോ. അപ്പോൾ സോനുവിന് പിന്നെ ഉള്ള കാരണം ഓനിന്നിപ്പോൾ ഇട്ടിട്ട് തന്നെ പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ മക്കളൊക്കെ ചായ കുടിച്ചു. ഇനിയിപ്പോൾ ഞാനും കൂടി കേട്ടോ ചായ അടിക്കാനുള്ളൂ. അപ്പോൾ വേഗം ചായ കുടിച്ചിട്ട് പോവട്ടെ എന്ന് എഴുതിയപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ സ്ഥിരം വിളിക്കുന്ന ഒരു ഓട്ടോറിക്ഷക്കാരുണ്ടായിരുന്നു. അപ്പോൾ അയാൾക്ക് വിളിക്കട്ടെ എന്ന് എഴുതിയപ്പോൾ അയാൾക്ക് വേറെ ട്രിപ്പ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നടന്നിട്ടാണ് പോകേണ്ടത്. ചങ്ങരംകുളം വരട്ടെ. അവിടെ നിന്ന് അങ്ങോട്ട് ലൈൻ ബസ്സിനാണ് പോകാച്ചിട്ടാണ്. ഞാൻ ആദ്യമായിട്ട് കേട്ടോ ലൈൻ ബസ്സിന് പോകണതും പിന്നെ മൂക്കോല സ്കൂളിലേക്ക് പോകണതും ആദ്യമായിട്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ സ്കൂളിലേക്ക് ബസ്സിന് അവിടെ ഭാഗത്തേക്ക് ഞാൻ ബസ്സിന് പോയിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടാണ് പോകുന്നത്, എങ്ങനെയാണ് ബസ്സിൽ ഏത് ബസ്സിലാണ് കയറുകയെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ച് ഒന്ന് ബസ്സിൽ തന്നെയാണ് പോകാമെന്ന് കരുതിയിട്ടാണ്. അതേപോലെ തിരിച്ചും അങ്ങനെ തന്നെ വരാമെന്ന്. പിന്നെ നാളെ മുതൽ സ്കൂൾ വണ്ടിയിൽ പറഞ്ഞയക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ സ്കൂൾ വണ്ടിയിൽ എത്രയാണ് വാടക, എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചറിയണം. പിന്നെ ഓരോ ടീച്ചർമാരെയും കാണണം. അങ്ങനെയൊക്കെ ആണ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഓരോ കൂടെ പോണത്. പിന്നെ ആദ്യമായിട്ട് പോവല്ലോ മക്കൾ, അപ്പോൾ അവരെ കൊണ്ടാക്കി കൊടുക്കുകയും ചെയ്യാമെന്ന് എഴുതിയിട്ടാണ്. ഒന്ന് ഏട്ടനാണെങ്കിൽ ഒഴിവുണ്ടല്ലോ, ഏട്ടനാണെങ്കിൽ കല്യാണത്തിന് പോയി, അല്ലെങ്കിൽ പിന്നെ ഏട്ടൻ കൊണ്ടാക്കി കൊടുത്തേന്ന് കേട്ടോ. പിന്നെ എനിക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാനും വേഗം ചായ എടുത്തിട്ട് മക്കളാണെങ്കിൽ അവിടെ കാത്ത് നിൽക്കുക കേട്ടോ. ഇനിയും കാത്തിട്ട് ഞാനാണെങ്കിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വേഗം എന്താ പറയുക ഇഡ്ഡലിയും തിന്ന് വേഗം ഇറങ്ങിട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നടന്ന് അവിടേക്ക് എത്തണ്ടേ. അപ്പോൾ അങ്ങനെ നല്ല കുട്ടികളായിട്ട് ഇറങ്ങിട്ടോ. അപ്പോൾ ഞാൻ പോകുമ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കുന്നു കേട്ടോ, എന്താ പറയുക വികൃതി ഒന്നും കാട്ടരുത്. പിന്നെ അപ്പൂസ് ഇറങ്ങുമ്പോൾ ഒപ്പം ഇറങ്ങണം. കാരണം സോനു ഓൻ്റെ കൂട്ടുകാരന്മാരെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. പിന്നെ ബസ് വന്നു കഴിഞ്ഞാൽ അറിയുകയും ചെയ്യില്ല. അപ്പോൾ അത് കാരണം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടായിട്ട് ഇറങ്ങിയത്. പിന്നെ സോനുവിനെ ഈ സ്കൂളിലേക്ക് ചേർത്തപ്പോൾ ഞാൻ അപ്പൂസിന് ചേർക്കാൻ കാരണം അപ്പൂസ് നോക്കുമല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ വേഗം ഇവനെ ഇവിടേക്ക് ആക്കിയത്. അപ്പോൾ രണ്ടാളും കൂടി ഒരുമിച്ചാണ് പോകാമല്ലോ. എന്തായാലും സ്കൂളിൽ പോയി അന്വേഷിച്ചിട്ട് എന്തായാലും സ്കൂൾ വണ്ടി തന്നെ ആക്കണം എന്ന് ആഗ്രഹമുണ്ട്. വണ്ടി വാടകയൊക്കെ അറിഞ്ഞാലേ നമുക്കൊരു സമാധാനമുള്ളൂ കേട്ടോ. കാരണം രണ്ടാൾക്കും കൂടിയും വലിയ സംഖ്യയൊക്കെ ആണെങ്കിൽ താങ്ങൂല കേട്ടോ. ഇനിയിപ്പം പുസ്തകങ്ങളൊന്നും നോട്ട് പുസ്തകമൊന്നും വാങ്ങിയിട്ടില്ല. കാരണം പകുതി പറഞ്ഞാൽ 2-3 പുസ്തകങ്ങളെ വാങ്ങിയിട്ടുള്ളൂ അപ്പൂനും സോനുവിനൊക്കെ കേട്ടോ. അപ്പം ഇനി അങ്ങനെ അവർക്ക് അതും വാങ്ങണം. അപ്പോൾ എല്ലാതും കൂടി ആകുമ്പോഴേക്ക് മഴക്കാലമാണ്, പൈസയും കയ്യിലില്ല, ഒക്കെ പാടൊരു തിരക്ക്. അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടോ. ബസ് കാത്ത് നിൽക്കുകയാണ് അവിടെ ബസ് സ്റ്റോപ്പിൽ. കുറേ നേരമായിട്ട് നിൽക്കണു. ഒരു ബസ് വന്നു പോയി, അതിൽ ഭയങ്കര തിരക്കാണ്, നിൽക്കാനും കൂടി സ്ഥലമില്ല കേട്ടോ. സ്കൂൾ കുട്ടികൾ തിരക്കിയിട്ടേ. അപ്പോൾ ഈ കുട്ടീനെ കൊണ്ടിട്ട് ഞാൻ ഇനി അത്രയും തിരക്കിൽ പോകേണ്ട വെച്ചിട്ട് ഞാൻ അടുത്ത ബസ്സിൽ പോകാമായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് കേട്ടോ അവർ സ്കൂൾ ബസ്സിൽ ലൈൻ ബസ്സിൽ പോണത്. അപ്പൂനെ അറിയാം കേട്ടോ. അപ്പൂന് അവിടെ നിന്ന് പുഴക്കയറ്റിൽ നിന്ന് പോയത് അങ്ങനെ പരിചയമുണ്ട്. സോനുവിന് അങ്ങനെ പരിചയമില്ല ലൈൻ ബസ്സിൽ പോയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടല്ലോ കൂടെ, അത് കാരണമാണ് ഞാനിപ്പോൾ സ്കൂൾ ബസ്സിൽ തന്നെ പോകാമെന്ന് എഴുതിയിട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ സ്കൂളിലെത്തിയിട്ടോ. സ്കൂളിലെത്തിയപ്പോൾ അവിടെ ഡാൻസും പിന്നെ ഈ ലഹരീനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, ഡാൻസൊക്കെ. അപ്പോൾ അതൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നു. 5ാം ക്ലാസ്സിലെ കുട്ടികളോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് സ്റ്റേജിൻ്റെ അടുത്ത്. പിന്നെ അപ്പൂസിനെ എന്താ പറയുക ക്ലാസ്സിക്ക് ടീച്ചർ വന്നിട്ട് കൊണ്ടുപോയിട്ടോ. അപ്പോൾ ഞാനും അമ്പാടിയും സോനും ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അപ്പൂസ് അങ്ങോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടുത്തെ പരിപാടികളൊക്കെ ഒന്ന് കാണട്ടെ കേട്ടോ. വിദ്യാഭ്യാസ പുരോഗതി എന്ന ലക്ഷ്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അദ്ദേഹം സ്ഥാപനം കുട്ടികളെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ കുട്ടികളൊക്കെ എന്താ പറയുക ക്ലാസ്സിൽ അതായത് ക്ലാസ്സിലൊക്കെ ആക്കിയിട്ട് അവർക്ക് എന്താ പറയുക കുറച്ച് നേരം കയ്യിൽ അവിടെ ഇരുത്തിയിട്ടോ. അപ്പൂസിനെ അവിടെ കുറച്ച് നേരം ഇരുത്തി, സോനുവിനെ ഇരുത്തിയിട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ടീച്ചറോട് ഇങ്ങനെ ഞങ്ങൾ പോട്ടെ ചോദിച്ചിട്ടോ. അപ്പോൾ ടീച്ചർ പറഞ്ഞു 3:30 വരെ ക്ലാസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതുവരെ അമ്പാടിയും കൊണ്ടിരിക്കാൻ പറ്റാത്ത കാരണം ഞാൻ പറഞ്ഞു ഞങ്ങൾ പോവുകയാണ്, കാരണം പിന്നെ ഞാൻ തിരിച്ചിങ്ങോട്ടെ വരണ്ടേ. അപ്പോൾ ടീച്ചറോട് കാര്യം പറഞ്ഞപ്പോൾ ടീച്ചറൊന്ന് കൊണ്ടുപോയിക്കോ, നാളെ എന്നാൽ അവരെ ആക്കിയാൽ മതി കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതിയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കണം, എന്നാലേ അറിയുള്ളൂ ഞാൻ വീഡിയോ ഇടുന്നതൊക്കെ ഇഷ്ടമായണോ ഇല്ലെന്നുള്ളത് കേട്ടോ.